പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കൊടുക്കുക, 5 വർഷത്തിലധികം അതുമായി ജീവിക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ വരിക, ഒടുവിൽ അത് കണ്ടെത്തി ഓപ്പറേഷനിലൂടെ പുറത്തെടുക്കുക, പിന്നീട് നീതിക്ക് വേണ്ടി 100 ദിവസത്തിലധികം തെരുവിൽ സമരം ചെയ്യുക, ഒടുവിൽ പോലീസ് കേസെടുത്ത് ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും പ്രതി ചേർത്ത് കുറ്റപത്രം നൽകുക. അങ്ങനെ പ്രതി ചേർക്കപ്പെട്ടവർ ഹൈക്കോടതിയിൽ പോയി വിചാരണയ്ക്ക് സ്റ്റേ നേടുക. അങ്ങനെ ഹർഷീനയുടെ സമരവും പോരാട്ടവും തുടരുകയാണ്. അതിനിടയിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി ഇന്നലെ പറയുന്നത് ഹർഷീനയുടെ ഈ സമരം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിത സമരമാണെന്ന് പറയുന്നു. ഇന്നും വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിൽ നിന്ന് അവരൊരു മറുപടി പറയാനോ അല്ലെങ്കിൽ തിരുത്തി പറയാനോ തയ്യാറായിട്ടില്ല. എങ്ങനെയാണ് ഈ വനിതാ കമ്മീഷൻ നിലപാടിനെ കാണുന്നത്? തീർത്തും വളരെ സങ്കടകരം തന്നെയാണ്. ഒരു വനിത എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ സമൂഹത്തിൽ ഏത് കാരണത്താലാണെങ്കിലും വേദനിക്കുമ്പോൾ അവർക്ക് സഹായമായി എത്തേണ്ടതിന് പകരം വീണ്ടും വീണ്ടും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു നമ്മൾ അത്രയും വേദനകളും പ്രയാസങ്ങളും സഹിച്ച് ഒരു രൂപത്തിൽ നീതി ലഭിക്കുന്നില്ല, നീതി നിഷേധിക്കപ്പെടുക എന്ന് തോന്നുന്ന ആ ഒരു അവസരത്തിലാണ് ഒരു തെരുവിലേക്ക് പോലും ഒരു സമരത്തിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലെത്തിയിട്ടുള്ളത്. അവിടെ നമുക്ക് ഒരുപാട് ആളുകൾ, ഒരാളെന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നില്ല, നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ മനുഷ്യരും നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമരത്തിനൊക്കെ രാഷ്ട്രീയ പ്രേരിത സമരം എന്നൊക്കെ പറയാന്ന് പറയുമ്പോൾ അത് അവർക്ക് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ആ ഒരിത് അവർ ഒരു കാരണമാക്കിക്കൊണ്ട് വെറുതെ നമ്മളെ പേരിലേക്ക് ആരോപിക്കാമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിൽ. അങ്ങനെ പറയുമ്പോഴും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നുണ്ട് നഷ്ടപരിഹാരം ലഭിക്കേണ്ടതാണ് ഹർഷീനയ്ക്ക്, ആവശ്യമെങ്കിൽ സൗജന്യ നിയമസഹായം നൽകുമെന്നും പറയുന്നുണ്ട്. നഷ്ടപരിഹാരം ലഭിക്കേണ്ടതാണെന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവുമില്ല. കാരണം അത്രയധികം എന്താ പറയുക, ആർക്കും സംശയമില്ലാത്ത വിധം ഇതൊരാളെ പിഴവ് കൊണ്ട് തന്നെയാണ്, ചികിത്സാ പിഴവാണെന്നുള്ളത് വ്യക്തമാണ്. ഒരു കത്രിക ആരും വിഴുങ്ങുന്നില്ലല്ലോ. അപ്പോൾ 3ാമത്തെ സിസേറിയനിലാണെന്നുള്ളതിനും ഒരു തർക്കവുമില്ല. എല്ലാ തെളിവുകളോടും കൂടിയാണിത് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലേ ആരോഗ്യമന്ത്രി ആയാലും ഗവൺമെൻറ് ആയാലും എല്ലാവരും ഹർഷീനക്ക് സഹായമുണ്ട്, ഹർഷീനക്ക് നീതി ലഭ്യമാക്കണമെന്ന് വാക്കുകൊണ്ട് വെറുതെ ആരും സഹായം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അത് പ്രവൃത്തിയിലുണ്ടാകുമ്പോൾ മാത്രമല്ലേ നമുക്കൊരു സഹായമായിട്ട് ലഭിക്കുന്നുള്ളൂ. ഇപ്പോഴും ഇത് എടുത്ത് കഴിഞ്ഞിട്ട് 2.5 വർഷമായി, മുഴുവനായിട്ട് 7 വർഷം കഴിഞ്ഞ് 8ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ ഒരു തരത്തിലുള്ള നീതിയും ഒരു സഹായവും നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ വാക്കിലൂടെ വെറുതെ ഹർഷീനക്ക് സഹായം കൊടുക്കും, ഹർഷീനക്ക് നീതി ഉറപ്പാക്കും, ഞങ്ങൾ എന്തിനും തയ്യാറാണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രവൃത്തിയിൽ കാണണം, ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ അടുത്തേക്ക് എത്തണം. അല്ലാതെ വെറുതെ വാക്കുകൊണ്ട് ഇങ്ങനെ ഹർഷീനക്ക് നീതി ഉറപ്പാക്കണം, ഹർഷീനക്ക് നീതി ലഭിക്കണം എന്നുള്ളതിന് ഒരു സംശയം ആർക്കും ഇല്ല. കാരണം നമ്മൾ കാരണം വന്ന കാര്യമല്ലല്ലോ ഇത്. നമ്മൾ ആരോ പിഴവുകൊണ്ട് സൗജന്യ നിയമസഹായം തരാൻ സന്നദ്ധമാണെന്ന് വനിതാ കമ്മീഷൻ പറയുന്നുണ്ട്. അങ്ങനെ കമ്മീഷന്റെ സൗജന്യ നിയമസഹായം നമ്മൾ തേടുന്നുണ്ടോ? അതിൻ്റെ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒരുപാട് ഇപ്പോൾ ഒരു 1.5 വർഷത്തിലധികമായി കോടതി നിയമ ഇതിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോർട്ടിൽ സ്റ്റേ ആയി നിൽക്കുകയാണ് നമ്മളെ കാര്യങ്ങൾ. പിന്നെ ഈ സമരസമിതി ഒരുപാട് നല്ല മനുഷ്യരെ സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും എത്തിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ടൊക്കെ പറയാൻ കഴിയൂ. അല്ലാതെ ഈ നമ്മളെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നഷ്ടപരിഹാരം നേടിയെടുക്കാൻ വേണ്ടി വനിതാ കമ്മീഷൻ ഒരു സഹായം ഒരു ആവശ്യമായിട്ട് തോന്നുന്നുണ്ടോ? അവരുടെ ഒരു ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ടോ? ഇനി അതിൻ്റെ ഒരു ആവശ്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ അടുത്ത കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. ഇനി അറിയില്ല, നമുക്കറിയില്ല. അതായത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നമ്മൾ തന്നെ സ്വമേധയാ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണല്ലേ? തീർച്ചയായും നമ്മൾ പിന്നെ കുറേയായി എന്താവും ഗവൺമെൻറ് നേരിട്ട് നമുക്ക് അതിനൊരു പരിഹാരം കാണും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. നമുക്കും ഇതെന്താണ് ഇതിൻ്റെ എല്ലാ വഴികളും നമുക്കും അറിയില്ലായിരുന്നല്ലോ. മുന്നോട്ട് പോകുന്നതിനനുസരിച്ചാണ് ഇത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സൗജന്യമായിട്ട് ഒരു പിന്നെ സമരസമിതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കേസ് ഫയൽ ചെയ്യാൻ നിൽക്കുകയാണ്, കോമ്പൻസേഷന് വേണ്ടിയിട്ടുള്ള കേസ് ഫയൽ ചെയ്യാനുള്ളത്. ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നുണ്ടല്ലോ, അത് എല്ലാ പാർട്ടികളുടെയും പിന്തുണ ഉണ്ടായിരുന്നല്ലോ ആ സമരത്തിൻ്റെ ആ ഘട്ടത്തിൽ? എല്ലാ പാർട്ടിയും, ഏതെങ്കിലും ഒരു പാർട്ടി, ഏത് രാഷ്ട്രീയമാണ് ഇവർ കണ്ടതെന്ന് പറയണു. അങ്ങനെയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഇതിലുണ്ടാവുമല്ലോ. നമ്മളെ കാര്യം അത്രയും ജെന്യുവനാണ്, സത്യസന്ധമാണ്, നമുക്ക് നീതിക്ക് അർഹമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സമരത്തിലേക്ക് വന്നപ്പോൾ ഓരോ മനുഷ്യരും നമുക്ക് സപ്പോർട്ടായിട്ട് വന്ന്. അവിടെ ഏത് രാഷ്ട്രീയം അവർ കണ്ടിട്ടുള്ളത്? അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഇത് അവരാണ് ഇതിൽ രാഷ്ട്രീയം കാണുന്നത്. നമുക്ക് ഹർഷീനനെ ഗവൺമെൻറ്റിൻ്റെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഇത് അവർക്ക് തുറന്ന് പറയാനുള്ള ആ ഒരു ഇതാണ് നമ്മളെ നേരെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്.
ആരോഗ്യമന്ത്രിയോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം അന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്താണ്, ഒപ്പമുണ്ട്, സഹായം ചെയ്യുന്നൊക്കെ തന്നെ പറഞ്ഞതാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയും നമ്മളിത് പരിഹാരം കാണുന്നവരെ നമുക്ക് ഒരു സഹായം കിട്ടിയേ പറ്റുന്നില്ല. ചികിത്സകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ ചികിത്സക്ക് പോകാറില്ല, കാരണം ഞങ്ങൾ സാമ്പത്തിക സ്ഥിതി ഏകദേശം അത്രയും അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് ഭാഗത്തു നിന്നൊരു ചികിത്സാ സഹായം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ മുന്നോട്ടുള്ള ചികിത്സക്കായാലും ഇതുവരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതായാലും ഇനി മുന്നോട്ടുള്ളതായാലും ഞങ്ങൾക്ക് നഷ്ടങ്ങളുടെ പട്ടിക മാത്രമേ ഉള്ളൂ. അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഏതായാലും സമരസമിതിയുടെ പിന്തുണയോടുകൂടി ഹർഷീന നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. സഹായിക്കുമെന്ന് പറയുന്നത് വാക്കിൽ ഒതുങ്ങാതെ അത് സഹായമായി എത്തുന്നവരെ പോരാട്ടം തുടരും. ഇങ്ങനെയല്ല വെറും സഹായം വാഗ്ദാനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി എന്നാണ് ഹർഷീന പറയുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.